ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു മിനി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് സൺഡേ ആയിട്ട് നമ്മളൊരു സ്ഥലം വരെ പോവുക കേട്ടോ. എന്താ പോയത്, എവിടെ പോയതെന്നൊക്കെ ഞാൻ വഴിയെ പറയാം. നമ്മുടെ ഫ്രണ്ടാണ് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നത്. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു. എന്തായാലും ജേണി നല്ല രീതിയിൽ തുടങ്ങി. ഒരു ഉച്ചയ്ക്ക് മുമ്പേ തുടങ്ങണമെന്ന് കരുതിയ ജേണി എന്തായാലും ഉച്ച കഴിഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇതെല്ലാം പോകുന്ന വഴിയാട്ടോ. നമ്മളിപ്പം വൈകുന്നേരമൊക്കെ ഉച്ച കഴിഞ്ഞ സമയമൊക്കെ ആയിട്ട് നല്ല വെയിലായിരുന്നു. എന്തായാലും പെട്ടെന്ന് പോയിക്കൊണ്ടിരുമ്പോഴാണ് നമ്മളെ വണ്ടി ടയർ പെട്ടെന്ന് പഞ്ചറായിപ്പോയത്. അപ്പോൾ ആദ്യം നമ്മൾ കരുതി പഞ്ചറായെന്നാണ്. പക്ഷേ പഞ്ചറായതല്ലായിരുന്നു, ടയർ നന്നായിട്ട് വിണ്ട് കീറി പോയിട്ടുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് നമുക്ക് അപകടങ്ങളൊന്നും പറ്റിയില്ല. പുറകെ വണ്ടികളൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് വണ്ടി സ്റ്റോപ്പാക്കി. അപ്പോൾ നമ്മൾ വണ്ടി മുഴുവൻ അരിച്ചു വെക്കും. നമ്മുടെ ടൂൾ ബോക്സ് കാണുന്നില്ലായിരുന്നു ഗൈസ്. എവിടെ പോയതാണെന്ന് ഒരു പിടുത്തമില്ല. റൂമിൽ വെച്ച് മറന്നു പോയതാണോ, ഒന്ന് ടൂൾ ബോക്സ് ഇല്ലാത്തതാണോ ഒന്നും അറിയില്ല. അപ്പോൾ പിന്നെ എന്തായാലും പോകുന്ന വഴി ഒരു ഫാമിലി കൈ കാണിച്ചു. അവർ വണ്ടി നിർത്തി. അവർ നമുക്ക് വേണ്ടി ആ ടൂൾ ബോക്സ് അവർ നമ്മൾക്ക് വേണ്ടി അവർ വേണ്ടി നമുക്ക് വേണ്ടിയിട്ട് ഹാഫ് ആൻ അവറെ വെയിറ്റ് ചെയ്തിട്ട് ഒത്തിരി താങ്ക്സ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആ വഴിയോരത്തിൽ നിന്ന് എന്ത് ചെയ്താനെ, ഒരു ഷോപ്പോ ഒന്നുമില്ല, ഒരു പെട്രോൾ ബങ്ക് പോലും ഇല്ല പോകുന്ന വഴിയിലൊന്നും. ഇത്തിരി കാട്ടുപ്രദേശം പോലാണത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, യുഎയിലൊക്കെ താമസിക്കുന്നവർക്ക് അറിയാം. ഫുജർ എന്ന് പറയുമ്പോൾ കുറച്ചൊരു ഉൾപ്രദേശമാണ്. പോകുന്ന വഴിയൊക്കെ നമുക്ക് രണ്ട് സൈഡിലും മലകളും നിരകളും ഒക്കെ മാത്രമേ ഉള്ളൂ. എന്തായാലും ഹാഫ് ആൻ അവർ ടൈം കൊണ്ട് നമ്മൾ അതെല്ലാം ചെയ്ത് തീർത്തു. നമ്മുടെ യാത്ര തുടർന്നു. പോകുന്ന വഴിയൊക്കെ നമ്മൾ ടെൻഷൻ അടിച്ചാണ് പോയതെങ്കിലും പിന്നെ ഓക്കെ ആയി കേട്ടോ. എല്ലാം ദൈവം സഹായിച്ച് എല്ലാം നല്ല വഴി നടത്തി. ഇത് പോകുന്ന വഴിയുള്ള ദൂരങ്ങളായിട്ട് അത് നേരെ കാണുന്നത് കടലാണ്. അത് നല്ല രസമായിരുന്നു. ഈ ഫോണിൽ എത്ര ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ നേരിൽ കാണാൻ നല്ല രസമായിരുന്നു അത്. അപ്പോൾ ഈ പോകുന്ന വഴി നമുക്ക് വീടൊന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ. ഒരു കടകളോ പെട്രോൾ ബങ്കോ വീടുകളോ ഒന്നും ഉണ്ടാവില്ല. ഇതുപോലെ മലപ്രദേശമായിരിക്കും. അപ്പം കുറച്ച് എത്തുകാരൊക്കെ ആകുമ്പോഴത്തേക്കുമാണ് ഇതുപോലെ കുറച്ച് വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുക. അവിടുന്ന് കുറച്ച് അങ്ങോട്ട് ദൂരമായിട്ട് കുറച്ചുകൂടെ പോകുമ്പോഴത്തേക്കുമാണ് നമുക്ക് മെയിൻ ജംഗ്ഷനിലേക്ക് എത്തുന്നത്. മെയിൻ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ദുബായ് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അത്ര വലിയ ട്രാഫിക്കായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. പെട്ടെന്ന് എല്ലാം കഴിയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് നമ്മൾ എത്തിയതാണ് ഫുജേറ പള്ളി. നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഡെയിലി ഇങ്ങനെയാണെങ്കിൽ ഇപ്പം നൈറ്റിൽ എന്തായിരിക്കും അല്ലേ. ഇതാണ് പാലസ് കേട്ടോ. നമ്മുടെ ഉപ്പ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്, കിച്ചൺ ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവരകത്തുനിന്ന് വണ്ടി കൊണ്ടുവരും. നമ്മുടെ വണ്ടിയിലേക്ക് പോകാനുള്ള അനുവാദമൊന്നും ഇല്ല അവിടെ. അപ്പം എല്ലാം പ്രോട്ടോക്കോൾസ് അനുസരിച്ചാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് ആൾ വന്നു നമ്മളെ കൊണ്ടുപോയി. ഇതാണ് കിച്ചൺ ഏരിയ. നമ്മളിപ്പോൾ പോകുന്നത് ഉപ്പയുടെ റൂമിലേക്കാണ്. അവിടെ ചെന്നപ്പോഴത്തേക്കും ഉപ്പ നമുക്ക് സമൂസയും, നമ്മൾ കുറച്ച് വൈകിയല്ലേ തന്നത്, അപ്പോഴത്തേക്കും സമൂസ, പാസ്ത, പിന്നെ ടീ ഇടാനുള്ള രീതിയിലുള്ള ഇതൊക്കെ ഒരുക്കി തന്നു കേട്ടോ. അപ്പോൾ നല്ല കെയറായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചിടുമ്പോൾ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. അപ്പം എന്തായാലും അവർ നമ്മളെ കൊണ്ടുപോയിട്ടു. അപ്പോൾ ഈ സൺസെറ്റാണ് കേട്ടോ ഈ കാണുന്നത്. എന്ത് രസമായിരുന്നു അറിയാമോ. പോകുന്ന വഴി നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, റൂട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാറിൽ ആദ്യമായിട്ട് പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു എനിക്ക്. എന്തായാലും എനിക്കിഷ്ടമായി പോക്കൊക്കെ. എന്തായാലും നമ്മളൊരു വൈകുന്നേരം 7:30 ആയപ്പോഴത്തേക്കും നമ്മൾ വീടെത്തി. നമ്മൾ ഒത്തിരി താമസിക്കുന്നതാണ് കരുതിയത്, പക്ഷേ 7:30 ആയപ്പോഴത്തേക്കും വീടെത്തി. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. ഓക്കെ, ബൈ.